എല്ലാവർക്കും ലൈഫ് ഓൺ വീൽസിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ബോംബെക്ക് ലോഡ് കയറ്റി. ലോഡ് കയറ്റുന്ന സ്ഥലത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ നല്ല മഴയായിരുന്നു. പിന്നെ അതുമല്ല, വെളുപ്പിന് 2 മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലോഡ് കയറ്റി കഴിഞ്ഞ്. പിന്നെ അതിന് ശേഷം 2:15 ആയപ്പോഴാണ് നമുക്ക് പായിടാനൊക്കെ പണിക്കാർ വന്ന് അങ്ങനെ പായിട്ട് കെട്ടി മുറുക്കി ബില്ലൊക്കെ കിട്ടി പോന്നപ്പോൾ ഏകദേശം 2:30-2:45 അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പുറത്തിറങ്ങി നേരെ പമ്പ് പോയി ഡീസൽ അടിച്ച്. നമ്മൾ ഡീസൽ കറക്റ്റ് മായിക്കെത്തല്ല ഡീസൽ അടിക്കാറ്. മായിൽ നിന്നാണ് നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മുടെ നാട്ടിൽ പിന്നെ ഡീസൽ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നാട്ടിൽ നിന്ന് ഡീസൽ അടിക്കാറില്ല. അപ്പോൾ മാഹിയിൽ കുറവാണ്. അപ്പോൾ മാഹിക്ക് എത്താനുള്ള ഡീസൽ നമ്മൾ അടിച്ചിട്ട് നേരെ പോകുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് കോഴിക്കോടൊക്കെ എത്താനുള്ള സമയത്ത് പെട്ടെന്ന് ഡീസൽ മീറ്റർ 0.0 അപ്പോൾ ഞാന് പെട്ടെന്ന് നമ്മള് ഷോക്കായി. എന്താ വെച്ചാൽ അത്ര 100 ലിറ്റർ ഡീസൽ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പെട്ടെന്ന് 0 എത്തുന്ന പറയുമ്പോൾ ഒന്നെങ്കിൽ പൈപ്പ് പൊട്ട് അങ്ങനെ ഡീസൽ ലീക്കായി പോവുക, ചോർന്ന് പോയാലല്ലോ നമുക്ക് അങ്ങനെ വരിക. ഞാൻ ഇറങ്ങി വണ്ടി സൈഡാക്കി ഇറങ്ങി നോക്കി. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊന്നും കണ്ടില്ല. അത് ഞാൻ എന്ത് ചെയ്തു, നമ്മളെ രാമനാട്ര ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഭാരത് ബെൻസിന്റെ ഷോറൂം. അപ്പൊ നമ്മള് വരുന്ന പാസ് ചെയ്ത് പോണ വഴിയാ. അങ്ങനെ ഷോറൂമിലേക്ക് വന്നു. ഷോറൂമിലെത്തിയിട്ട് സർവീസർക്ക് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു എന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി എത്തിയിട്ട് 11 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്, ഷോറൂമിലേക്ക് എത്തിയത്. അങ്ങനെ എത്തി വണ്ടി ഉള്ളിൽ കയറ്റിയ ആള് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്ന് പറഞ്ഞു എയർ ഫിൽറ്റർ പോയിട്ടുണ്ട്. അപ്പൊ എയർ ഫിൽറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ഷോട്ട് സാധാരണ വരാറുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി നോക്കാം. അത് കഴിഞ്ഞിട്ടും മൈലേജ് ഷോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അടുത്ത ജനറൽ സർവീസ് ചെയ്യേണ്ടി വരും, എല്ലാം ഫുൾ ചെക്കപ്പ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ നമുക്ക് ഫിൽറ്റർ മാറാം. എന്തായാലും ഇപ്പൊ മാറേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ പോകണമെങ്കിൽ തിരിച്ച് അത്രയും കിലോമീറ്റർ ഓടാനുള്ളതല്ലേ. അപ്പോൾ 1300 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് റണ്ണിങ് ഉണ്ട്. അങ്ങനെ അത് മാറി നമുക്ക് വണ്ടി ഇതൊക്കെ മാറ്റി നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞ് വണ്ടി കിട്ടുന്നത് 6 മണിക്കാണ്. 6 മണി വരെ ഫുൾ പോസ്റ്റ് വെച്ചാൽ കട്ട പോസ്റ്റായി. അതിന്റെ നമുക്ക് പിന്നെ വേറെ സംബന്ധിച്ചാൽ ഇവിടെ നമുക്ക് ഡ്രൈവേഴ്സ് ലോഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാം. AC റൂമാണ്. അപ്പൊ അതിലൊക്കെ കുഴപ്പമില്ല, നല്ല ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് 4 മണിക്ക് അവര് ചായ കൊണ്ടുതരും. അതുകൊണ്ട് അത് കുഴപ്പമില്ല ഇതിനെ. പക്ഷെ നമ്മൾ ഈ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. നമ്മളിപ്പോ ഈ ഒരു ലോറി ഡ്രൈവേഴ്സൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാല് നമ്മളിങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയണില്ല, അത് ക്ഷീണമൊന്നുമില്ല. നമുക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ആകെ ഒരു എന്ത് പറയാനാ, നമ്മള് ഫുള്ളൊരു ഡൗൺ ആയ പോലെ ആയിരുന്നു. ഒരു സീറോയിലായ എനർജി ഒക്കെ ഡൗൺ ആയ പോലെ ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ കിട്ടി. 6 മണിക്ക് ശേഷം നമുക്ക് വണ്ടി കിട്ടി. ബില്ലൊക്കെ സെറ്റിൽ ചെയ്താണ്ട് ഇറങ്ങി. അപ്പൊ ഇറങ്ങിയപ്പോ നമുക്ക് ഡീസൽ മീറ്റർ അതുപോലെ തന്നെയാണ് കാണിക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് മാഹിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡീസൽ അടിക്കണം. അപ്പൊ അങ്ങനെ ഓണർക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഡീസൽ അടിക്കണം, മാഹിക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ഡീസൽ അടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പുള്ളി അയച്ചാൽ എന്നാ ഞാൻ പൈസ അയച്ചാരെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഡീസൽ അടിച്ചിട്ട് ഇനി മുമ്പോട്ട് പോകും. അങ്ങനെ ഇനി പോണ വൈക്കലിലെ കാഴ്ചകൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോകൾ കാണാം. അതുവരെ